ഞാൻ പല താരങ്ങളെയും കണ്ടിട്ടുണ്ട്, സിനിമാ താരങ്ങളെ കണ്ടിട്ടുണ്ട്, ബിഗ് ബോസ് താരങ്ങളെ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തരായി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എനിക്ക് തോന്നുന്നുണ്ട്. ബിഗ് ബോസ് സീസൺ 4 താരമായിരുന്നു റോബിൻ രാധാകൃഷ്ണൻ. അദ്ദേഹം അതിനുശേഷം പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പം എന്താ പറയുന്നത്, ഭയങ്കര വൈബായിരുന്നു. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ആൾക്കാരിങ്ങനെ തെള്ളി കയറിയായിരുന്നു, അദ്ദേഹത്തോട് ഫോട്ടോ എടുക്കുവാനും സെൽഫി എടുക്കുവാനും ഒക്കെ. എനിക്ക് തോന്നുന്നു പല യൂട്യൂബ് ചാനലുകളിലും നിരന്തരമായ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ട് വളരെ നാളിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ഘാടനം നമുക്ക് കാണാനിടയാകുന്നത്. അപ്പോൾ ആ പഴയ വൈബ് ഇപ്പോഴും നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മൈനാഗപ്പള്ളിയിൽ നടന്ന ഒരു ഉദ്ഘാടനത്തിൻ്റെ വീഡിയോ ആണ് അദ്ദേഹം ഇൻസ്റ്റയിൽ പങ്കുവച്ചിരുന്നത്. അപ്പം ആ അന്നത്തെ കാലത്തെ വൈബ് സീസൺ 4 കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ ഉണ്ടായ വൈബ് തന്നെ അദ്ദേഹം ഇപ്പോഴും നിലനിർത്തും. അത് നിസ്സാര കാര്യമല്ല. നമ്മൾ പല ബിഗ് ബോസ് താരങ്ങളെയും സിനിമാ താരങ്ങളെയൊക്കെ ഉദ്ഘാടനവും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ ജനപ്രിയ താരങ്ങളിലേക്ക് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ആദ്യത്തെ പോലെ തന്നെ അദ്ദേഹത്തിന് നിലനിർത്താൻ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യവും നമ്മൾ അതിശയിപ്പിക്കുന്നത്. കാരണം അന്ന് പലരും പറയുന്നത് കേൾക്കും, അദ്ദേഹത്തിൻ്റെ വിമർശനമായ പലരും പറയുന്നത് കേട്ടു, അത് ക്യാമറയ്ക്ക് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കുന്ന, സ്ക്രീൻ സ്പേസിന് വേണ്ടി ഉണ്ടാക്കുന്ന അദ്ദേഹത്തിൻ്റെ നാടകമാണ്, ജാടയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അത് നിലനിർത്താൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുക്കുവാനും സെൽഫി എടുക്കുവാനും അതുപോലെ തന്നെ ഉമ്മ കൊടുക്കുവാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ ഇത്രയും ആൾക്കാർ കൂടെ നിൽക്കുന്നു എന്നുള്ളത് തന്നെ അദ്ദേഹത്തിൻ്റെ വിമർശകർക്കുള്ള ഒരു മറുപടി കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എന്തുമാത്രം അസത്യങ്ങൾ പ്രചരിച്ചില്ലേ, അസത്യങ്ങളാണ് തന്നെയാണ്. കാരണം പല കോണിൽ നിന്ന് പല ഡീഗ്രേഡിങ്ങുണ്ടായി. അന്നേരവും അദ്ദേഹം ഇപ്പോഴും ഇങ്ങനെ തന്നെ നിലനിർത്തുന്നു കഴിയുന്നു എന്നുള്ളത് തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിജയമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്കൊരു പ്രത്യേകതയായിട്ട് ഈ ഉദ്ഘാടനവും കണ്ടു. ഞാൻ പറഞ്ഞില്ലേ, വളരെ നാളിന് ശേഷമാണ് അതൊരു ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹത്തിന് എന്തുമാത്രം വൈബ് ഉണ്ടാക്കാൻ പറ്റും, ആൾക്കാരെ ആകർഷിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളത് പലർക്കും സംശയം ഉണ്ടാകാമല്ലേ. പക്ഷെ അത് അങ്ങനെ അല്ല. ആ സീസൺ 4 കഴിഞ്ഞതിന് ശേഷം അത്രയും ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ പറ്റിയില്ലെങ്കിലും എന്നാൽ ഇപ്പോഴും ആൾക്കാരെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു ജനപ്രിയ താരം തന്നെയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്നുള്ളത് ഈ മൈനാഗപ്പള്ളി ഉദ്ഘാടനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. അദ്ദേഹത്തെ കാത്ത് എത്രയോ യൂട്യൂബ് ചാനലുകളാണ്. നമ്മളിപ്പം ബിഗ് ബോസിലെ പല താരങ്ങളെ പറ്റി നമ്മൾ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ അദ്ദേഹം കൊടുക്കുന്ന ഇൻ്റർവ്യൂ പോലും, പലരും കൊടുക്കുന്ന ഇൻ്റർവ്യൂ പോലും കാശ് മേടിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത്, യൂട്യൂബുകാരും ക്യാമറമാർക്കും ഒന്നും ഫേസ് കൊടുക്കാറില്ല എന്നൊക്കെ പറയുന്നിടത്താണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇങ്ങനെ ചെറിയ യൂട്യൂബ് ചാനലുകളിൽ സംസാരിക്കുവാനും അവർക്ക് കണ്ടൻറ്റ് കൊടുക്കാനും ഒക്കെ ശ്രമിക്കുന്നതും അത് വിജയിക്കുന്നതും ഒക്കെ. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിജയം. അതുപോലെ തന്നെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഇപ്പോഴും ആയിരങ്ങൾ ഉണ്ട് എന്നുള്ളതും ഒരു സത്യമായിട്ട് അവശേഷിക്കുന്നു. അദ്ദേഹം നാൾക്ക് നാൾ നന്മ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.